സംഗീതരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സലാമിന് കോഴിക്കോട് പൗരാവലിയുടെ സ്നേഹാദരം. മെയ് 28-ന് കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 50 വർഷത്തോളമായി ഒരു ഗായകൻ എന്നതിലുപരി സംഘാടക രംഗത്താണ് സലീം മികവ് പുലർത്തിയത്. സംഗീതരംഗത്ത് അവസരം ലഭ്യമാകാതെ പോകുന്നവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സലീം കെയുടെ പങ്ക് വളരെ വലുതാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന അവശതയിൽ കഴിയുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം നൽകാൻ തീരുമാനിച്ചതായും അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി സലാംക്ക് ഒരു ഗായകനേക്കാൾ ഉപരിയായിക്കൊണ്ട് സംഘാടക രംഗത്താണ് മികവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ അവസരം ലഭ്യമാകാതെ പോകുന്ന ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ബാബുക്കൻ്റെ നഗരത്തിൽ സലാംക്ക വഹിച്ചതുപോലെ പങ്കുവച്ച ഒരു സംഘാടകൻ, ഒരു ഗായകൻ ആയി മറ്റൊരാളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സലാംക്കൻ്റെ മറ്റൊരു പ്രത്യേകത, വളരെ ഉയരത്തിലുള്ള ആളുകളോടൊപ്പം സഞ്ചരിക്കുമ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കണ ഒരു സ്നേഹത്തിൻ്റെ ആൾരൂപായി പലപ്പോഴും സലാംക്ക മാറലുണ്ട്. അങ്ങനെ കാണാൻ നമ്മളെ നഗരത്തിൽ ഒട്ടേറെ പേരൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവശത അനുഭവിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർക്കെങ്കിലും ആവശ്യമായിട്ടുള്ള സഹായം എത്തിക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സംഘാടകർ തുടക്കം കുറിക്കുകയാണ്. മെയ് 28-ന് കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കുന്ന സ്നേഹാദരം പരിപാടിയിൽ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. കൂടാതെ ഹരിഹരൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, രവി മേനോൻ തുടങ്ങിയ സംഗീത ലോകത്തെ പ്രശസ്തരും പരിപാടിയിൽ പങ്കാളികളാകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മെഹറൂഫ് മണലോടി, സക്കീർ ഹുസൈൻ, നയൻജെ ഷാ, സുധീഷ് കക്കാടത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.